ചെറിയ സമ്മാനം പിതാവ് നൽകുന്നതാണ് എന്നുള്ള കാര്യം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ വൈദിക മന്ദിരത്തിന്റെ നിർമ്മാണത്തിൽ ആദ്യന്തം തങ്ങളുടെ സമയവും ആരോഗ്യവും സമർപ്പിച്ചത് കൈക്കാരന്മാരായ ജോബി പാറയിലും ബൈനു വള്ളിനായിലുമാണ്. കാര്യങ്ങൾ പഠിച്ചും നിരീക്ഷിച്ചും വേണ്ട പെർമിഷനൊക്കെ എടുത്തും പിന്നെ എന്റെ കൂടെ എല്ലാ വീടുകളിലും വന്ന് നിങ്ങളുടെ സംഭാവനകൾ സ്വീകരിച്ചും ഈ നിമിഷം വരെ ഇതിനു വേണ്ടി അധ്വാനിക്കുകയായിരുന്നു. ഈ വൈദിക മന്ദിരത്തിന് അവർ നൽകിയ സമർപ്പണം നിസ്തുലമാണ്. ഈ അവസരത്തിൽ അവർക്ക് രണ്ടുപേർക്കും അകമൊഴിഞ്ഞ് നന്ദി കൈയടിച്ച് നമുക്ക് അറിയിക്കാം. അതുപോലെ തന്നെ ഈ വൈദിക മന്ദിരത്തിന്റെ നിർമ്മാണ ചുമതല പാരിഷ് കൗൺസിലിനെയാണ് പൊതുയോഗം ചുമതലപ്പെടുത്തിയത്. സമയാസമയങ്ങളിൽ മീറ്റിംഗ് കൂടിയും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചും ഓരോ വാർഡിലും ഞങ്ങളോടൊപ്പം സംഭാവന സ്വീകരിക്കുവാൻ വന്നതും ആത്മാർത്ഥമായി സഹകരിച്ച പാരിഷ് കൗൺസിലങ്ങളാണ്. എല്ലാവർക്കും പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മുൻ വികാരിമാരുടെ സംഭാവന എടുത്തു പറയുന്നതാണ്. അവരുടെ ശ്രമഫലമായി പള്ളിപടിക്ക് വേണ്ടി 20 ലക്ഷം രൂപ സമാഹരിക്കാനായി ഈ അവസരത്തിൽ എല്ലാ മുൻ വികാരിമാരെയും സ്നേഹത്തോടുകൂടി ഓർക്കുകയും അവർക്ക് നന്ദി പറയുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ തിരുനാളുടെ ഈ ഭവന വൈദിക മന്ദിരത്തിന്റെ പ്രകാശവും ജീവനും നിവസിക്കുന്നവർക്ക് മാർഗ്ഗദീപമായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടി പുരോഹിത ശുശ്രൂഷയിലൂടെ ദൈവജന സേവനത്തിനായി ചിലരെ പ്രത്യേകം വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്ത കാര്യവാനായ ദൈവമേ, അങ്ങയുടെ പൈതൃകമായ പരിപാലനയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ഇടവകയിൽ സേവനം ചെയ്യുന്ന വൈദികരുടെ വാസത്തിനായി നിർമ്മിതമായിരിക്കുന്ന ഈ ഭവനങ്ങൾ ആശീർവാദവുമായി സർവേശ്വരായ കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാകുന്നു. കർത്താവിന്റെ ജീവിതത്തിന് കോട്ടയാകുന്നു. ഞാൻ ആരെയും ഭയപ്പെടുകയില്ല. എനിക്ക് എന്റെ ജീവിതകാലം മുഴുവനും കർത്താവിന്റെ ഭവനത്തിൽ വസിക്കുകയും അവിടുത്തെ മാധുരി ആസ്വദിക്കുകയും ചെയ്യണം. പീഡകളുടെ കാലങ്ങളിൽ ധനഭവനത്തിൽ അവിടുന്ന് എന്നെ സംരക്ഷിക്കുക. ഞാൻ ഇവിടുത്തെ വിശുദ്ധ ഭവനത്തിൽ സ്തുതിയുടെ ബലികൾ അർപ്പിക്കുകയും അവിടുത്തെ പാടി പുകഴ്ത്തുകയും ചെയ്യുക. അങ്ങയുടെ മാർഗ്ഗം എന്നെ പഠിപ്പിക്കണമേ, നേർവഴിയിലൂടെ നയിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിറവേറ്റുകയും അങ്ങയുടെ പോലെ ആളുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുവാൻ അവരെ സജ്ജരാക്കുകയും ഈ ലോകത്തെ തീർത്ഥാടകരാണെന്നുള്ള ബോധ്യത്തോടെ സ്വർഗീയ ഭവന ലക്ഷ്യമാക്കി ജീവിക്കാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ സർവ്വാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ
പാടുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഭോന്നതമാം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനങ്ങളോടുകൂടി. കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. കാണിക്കുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ കഴിഞ്ഞതായും ദൈവികമായ പത്രങ്ങൾ ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളെ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും ഘടകാരുണ്യത്താലും വിഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദൈവകൃപയാൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ ഭഗ്നാശരല്ല. ലജ്ജാകരമായ രഹസ്യ നടപടികൾ ഞങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. ഞങ്ങൾ ആരെയും വഞ്ചിക്കുകയോ ദൈവവചനം തെറ്റായി വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്നില്ല. പ്രത്യുത സത്യം വെളിവായി പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും മനസാക്ഷിക്ക് ഞങ്ങൾ ദൈവം സമക്ഷം സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഞങ്ങൾ ഘോഷിക്കുന്നത് ഞങ്ങളെക്കുറിച്ചല്ല, പ്രത്യുത യേശു ക്രിസ്തുവിനെ കർത്താവായും യേശുവിന് വേണ്ടി ഞങ്ങളെ നിങ്ങളുടെ ദാസന്മാരായുമാണ്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം തന്നെയാണ് ക്രിസ്തുവിന്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിന്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു, എങ്കിലും തകർക്കപ്പെടുന്നില്ല. വിഷമിപ്പിക്കപ്പെടുന്നു, എങ്കിലും പരിത്യക്തരാകുന്നില്ല. അടിച്ചു വീഴ്ത്തപ്പെടുന്നു, എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നത് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംഭവിക്കുന്നു. ഞങ്ങളുടെ മർത്യശരീരത്തിൽ യേശുവിന്റെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ പ്രതി സദാ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. തന്നിമിത്തം ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും പ്രവർത്തിക്കുന്നു. ഞാൻ വിശ്വസിച്ചു, അതിനാൽ ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയവന്റെ വിശ്വാസ ചൈതന്യം തന്നെ ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങളും വിശ്വസിക്കുകയും സംസാരിക്കുകയും ചെയ്തു. നമുക്ക് ശ്രദ്ധാപൂർവം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. പുറകെട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും പുറപ്പെട്ടു? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ മനുഷ്യരാൽ ചുവട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചുപിടിക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശപ്പെടുത്തുന്നു. അപ്രകാരം മനുഷ്യൻ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സുഖസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുന്നിൽ പ്രകാശിക്കട്ടെ. സ്വീകരിക്കണമെന്ന്
എല്ലാ വിപത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി സർവവും ഉപേക്ഷിക്കുന്നവർക്ക് ഈ ലോകത്തിൽ 100 ഇരട്ടി വരാനിരിക്കുന്ന ലോകത്തിൽ നിത്യജീവനും പ്രദാനം ചെയ്ത മിശിഹായെ അങ്ങയുടെ വൈദികരുടെ വാസത്തിനായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഭവനം ആശീർവദിച്ച് വിശദീകരിക്കണമേ. ഇതിൽ വസിക്കുന്നവരെ അങ്ങയുടെ പൈതൃകമായ പരിപാലനം സംരക്ഷിച്ചുകൊള്ളണമേ. എല്ലാവിധ വിപത്തുകളിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ സ്നേഹം നിരന്തരം അനുഭവിച്ചുകൊണ്ട് തങ്ങൾക്ക് പരിമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരോട് സ്നേഹപൂർവ്വം വർദ്ധിക്കുവാനും അങ്ങയെപ്പോലെ നല്ല ഇടയന്മാരായി ജീവിക്കുവാനും അവസാനം നിത്യാന്തം അനുഗ്രഹിക്കണമേ. സ്ഥലത്തെ നാഥനായിരിക്കും. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഇവിടെ മുദ്രമാകുന്ന ഈ ഭവനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. എല്ലാ പൈശാചികമായ തന്ത്രങ്ങളിൽ നിന്ന് ഈ ഭവനത്തിൽ വസിക്കുന്നവരും വിമോചിതരും സംരക്ഷിതരുമാകട്ടെ. കനിയണമേ മിശിഹായേ, കനിയണമേ കർത്താവേ, ഞങ്ങളവയ്ക്ക് പ്രാർത്ഥന സദയം കേൾക്കണമേ. അനുഗ്രഹിക്കട്ടെ. സുവിശേഷത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നത്തെ ദീർഘമായി സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അവിടുത്തെ പരിപാലനയും സംരക്ഷണം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും ഈ വൈദിക ബന്ധനം ആശീർവദിക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേകം നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അതുപോലെ സിസ്റ്റേഴ്സിനെ പ്രത്യേകം നന്ദിയോടുകൂടി ഓർക്കുകയാണ്. എല്ലാവർക്കും കാപ്പി ക്രമീകരിച്ചിട്ടുണ്ട്. അത് കുടിക്കുക. അതിനുശേഷം എല്ലാവരും പാരിഷ് ഹാളിലേക്ക് പോകേണ്ടതാണ്. കാര്യം അറിയിക്കുന്നത്.